കതിരൂർ സൂര്യനാരായണ ക്ഷേത്രത്തിലെ കുടിയേറ്റ മഹോത്സവം നാളെ മുതൽ മാർച്ച് 2 വരെ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സൂര്യസങ്കല്പത്തിൽ നാരായണ പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നായ കതിരൂർ സൂര്യനാരായണ ക്ഷേത്രം കൊടിയേറ്റ മഹോത്സവത്തിനൊരുങ്ങി. ചൊവ്വ മുതൽ മാർച്ച് 2 വരെ പ്രത്യേക പൂജാ പ്രാർത്ഥനകൾക്കൊപ്പം സാംസ്കാരിക പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. 7 നാൾ നീണ്ടു നിൽക്കുന്ന ഉത്സവ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഇടവലത്ത് പുടയൂർ കുബേരൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. 1-ാം ദിവസം രാവിലെ നട തുറക്കുന്നത് മുതൽ വിവിധ പൂജാ കർമ്മങ്ങൾ നടക്കും. വൈകിട്ട് കലവറ നിരക്കൽ, രാത്രി 7 സാംസ്കാരിക സമ്മേളനം, തിരുവാതിര, നൃത്തസന്ധ്യ തുടങ്ങിയ പരിപാടികൾ അരങ്ങേറും. വ്യാഴം, വെള്ളി, ഞായർ ദിവസങ്ങളിൽ തിടമ്പ് നൃത്തമുണ്ടാവും. തുടർന്നുള്ള ദിവസങ്ങളിലും വിവിധ ആഘോഷ പരിപാടികൾ നടത്തും. മാർച്ച് 2 തിങ്കളാഴ്ച ആറാട്ടോടെ ഉത്സവം സമാപിക്കും. അന്ന് ഉച്ചയ്ക്ക് 12 മുതൽ 2:30 വരെ 5000 പേർക്ക് ആറാട്ട് സദ്യയും നടക്കും. ക്ഷേത്ര ഉത്സവ ഭാഗമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും കമ്മിറ്റി സംഘടിപ്പിച്ചു വരികയാണ്. പ്രദേശത്തെ നിരാലംബ കുടുംബത്തിലെ 10 കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകിയതായും കമ്മിറ്റി ചെയർമാൻ CV ദിനേശൻ, ജനറൽ കൺവീനർ P സുരേന്ദ്രൻ, കൺവീനർ MK ഹരിദാസൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കതിരൂർ ശ്രീ സൂര്യനാരായണ ക്ഷേത്രം മേൽപ്പറഞ്ഞതുപോലെ പൗരാണികവും വളരെ വർഷങ്ങൾ പൈതൃകവുമുള്ളതുമായ ക്ഷേത്രത്തിന്റെ നവീകരണ പ്രവൃത്തി ഏകദേശം പൂർത്തിയായി വരികയാണ്. നമ്മുടെ പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്ഷേത്രത്തിന്റെ മുറ്റംപാവൽ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിന്റെ തന്ത്രിമഠം ഗസ്റ്റ് ഹൗസിന്റെ പണിയും ഏകദേശം പൂർത്തിയായിരിക്കുകയാണ്. ബാക്കി കുളക്കടവ് കാര്യങ്ങളൊക്കെ ഇനിയും അവിടെ വരാനുണ്ട്. ആ കാര്യങ്ങളൊക്കെ പിന്നാലെ ചെയ്യുന്നതായിരിക്കും എന്നുകൂടി അറിയിക്കുകയാണ്. കുടിയേറ്റ മഹോത്സവത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ വിശേഷമായ ഒരു ഉത്സവമാണ് കതിരൂർ ശ്രീ സൂര്യനാരായണ ക്ഷേത്രത്തിൽ കുടിയേറ്റ മഹോത്സവത്തിന്റെ പ്രാധാന്യമുള്ളത്. നമ്മുടെ നാട്ടിലെ മാത്രമല്ല, ഇപ്പോൾ പുറത്തുനിന്നുകൂടി ജനങ്ങൾ അവിടെ എത്തിപ്പെടുകയാണ്. സൂര്യനാരായണ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൂര്യ സങ്കല്പത്തിൽ നാരായണ പ്രതിഷ്ഠയുള്ള ഭാരതത്തിലെ ഒരു അപൂർവ ക്ഷേത്രം കൂടിയാണ് കതിരൂർ ശ്രീ സൂര്യനാരായണ ക്ഷേത്രം. ഒറീസയിലെ കൊണാർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ സൂര്യക്ഷേത്രങ്ങൾ ഉള്ളത് അറിയപ്പെടുന്നത് കതിരൂരിലാണ് എന്നുള്ളതാണ്. കുടിയേറ്റ മഹോത്സവം ഫെബ്രുവരി 24 മുതൽ മാർച്ച് 2 വരെ വിപുലമായി വിവിധ പരിപാടികളോടെ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 24 വൈകുന്നേരം കലവറ ഘോഷയാത്രയോടുകൂടി പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നതാണ്. അന്ന് വൈകുന്നേരം തന്നെ കുടയും കൊടിക്കയറും കൊടിക്കോറയും 5-ാം മൈൽ തിരുവോണത്തിന് ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നതും, പിന്നീട് 25-ാം തീയതി രാത്രി 8 മണിക്ക് കൊടിയേറ്റം നടക്കുന്നതായിരിക്കും. നമ്മുടെ താന്ത്രിക കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഇടവലത്ത് പുടയൂർ കുബേരനാണ്. തുടർന്ന് എല്ലാ ദിവസങ്ങളിലും വിവിധ താന്ത്രിക കർമ്മങ്ങളും പൂജകളും അതുപോലെ തന്നെ ക്ഷേത്രകലകളും നടക്കുന്നതായിരിക്കും. ചാക്യാർകൂത്ത്, ഓട്ടൻതുള്ളൽ, കഥകളി, നൃത്തനൃത്യങ്ങൾ, ഭക്തിയാനുസൃത എന്നീ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. കൂടാതെ സമാപന ദിവസമായ മാർച്ച് 2 അന്നാണ് ആറാട്ട്. അന്ന് വൈകുന്നേരം ഏകദേശം 5000 പേർക്ക് വിപുലമായ ആറാട്ട് സദ്യയും ഒരുക്കിയിട്ടുണ്ട്. ഇതിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി ഏകദേശം 108 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡിന്റെ അമലമാണെങ്കിലും പൊതുജനങ്ങൾക്ക് പിരിക്കുന്ന സാമൂഹിക തുക കൊണ്ടാണ് ഈ ഉത്സവം ഇത്രയും ഭംഗിയായി നടത്താൻ കഴിയുന്നത്.